Nursing Aspirants എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്കെൽട്ടൻ സിസ്റ്റത്തിലെ മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എക്സാംസിന് ചോദിച്ചു കണ്ട 20 ക്വസ്റ്റ്യൻസ് നോർമൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് സ്കെൽട്ടൻ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള 20 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം അതിന്റെ ആൻസറും പിന്നെ അത് ഏത് പാർട്ടിനെ കുറിച്ചാണോ ചോദിക്കുന്നത് ആ പാർട്ടിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഞാൻ ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ ലാസ്റ്റ് വരെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഒരു പറയാനുള്ളത് ഒരു 20 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അതിന്റെ ഓരോ പാർട്സിനെയും കുറിച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടും. അതിൽ ചോദിക്കാൻ ഓരോ പാർട്സിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ പിക്ചർ കൂടെ കാണിച്ച് പഠിപ്പിക്കുന്നത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കറക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വേറെന്താ പറയാനുള്ള? ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലോട്ട് പോകാം അല്ലേ? Okay, first question. The lower jaw or mandible is made of dash bones. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സ്കെൽട്ടൻ സിസ്റ്റത്തിനുള്ള 20 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവർ അത് പോയി ആദ്യം കാണണം. അതിൽ ഞാൻ നമ്മുടെ സ്കെൽട്ടൻ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനും നമ്പർ ഓഫ് ബോൺസും ഒക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും ഓരോ ആക്സിയൽ സ്കെൽട്ടൻ ഏതൊക്കെ പാർട്സ് ആണ് വരുന്നത്, അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ഏതൊക്കെ പാർട്സ് ആണ് വരുന്നത്, എത്ര ബോൺസും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോവർ ജോ, നമ്മുടെ ഫേഷ്യൽ സ്കെൽട്ടനിൽ ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്ന പാർട്ടാണ് അല്ലെ ഫേഷ്യൽ സ്കെൽട്ടൻ സ്കള് പറയുന്നത്. അപ്പൊ അതിൽ ഫേഷ്യൽ സ്കെൽട്ടനില് ഒരേ ഒരു സിംഗിൾ ആയിട്ട് കാണുന്ന ഒരു ബോണാണ് ലോവർ ജോയിലുള്ള മാൻഡിബിൾ എന്ന ബോണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ ലോവർ ജോ എന്ന് പറയുന്ന ഏത് ബോണാണ്? മാൻഡിബിൾ. അപ്പൊ ആ മാൻഡിബിൾ ബോണിനകത്ത് എത്ര ബോണ് കാണപ്പെടുന്നത്, എത്ര ബോണുകൾ ചേർന്നാണ് മാൻഡിബിൾ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. കാരണം മാൻഡിബിൾ മാത്രമാണ് നമ്മുടെ ഫേസിൽ സിംഗിൾ ബോൺ ആയിട്ട് കാണപ്പെടുന്നത് അല്ലെ? ഫേഷ്യൽ സ്കെൽട്ടനിൽ സിംഗിൾ ബോൺ ആയിട്ട് കാണപ്പെടുന്നതും മൂവബിൾ ബോൺ ആയിട്ട് കാണപ്പെടുന്നതും, അതായത് ചലിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബോണാണ് നമ്മുടെ ഫേഷ്യൽ സ്കെൽട്ടനിൽ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം മൂവബിൾ ആയിട്ടുള്ള ബോൺ ഏതാന്ന് ചോദിച്ചാലും ആൻസർ ഏത് തന്നെയാണ്? മാൻഡിബിൾ തന്നെയാണ്. അപ്പൊ അത് എത്ര ബോണാണ് ചേർന്നിട്ടാണ് എത്ര ബോണാണ് ഈ മാൻഡിബിൾ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒരേ ഒരു ബോണാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. സിംഗിൾ ബോണാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഇതിന്റെ ഈ മാൻഡിബിളിന്റെ സ്ട്രക്ചറും എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളതാണ് താഴെ പറയുന്നത്. ഞാൻ ഈ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് അറിയായിരിക്കും, മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ലോവർ ജോ ആണ് ഇവിടെ കാണിച്ചിരുന്ന മാൻഡിബിൾ എന്നുള്ള ബോണ്. ഈ മാൻഡിബിളിൽ ഉള്ള പാർട്സ് ഒക്കെ ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഏതൊക്കെ പാർട്സ് ആണെന്ന് പറയാം. ഫോംസ് ലോവർ ജോ only movable bone in the skull. സ്കളിലുള്ള ചലിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബോണാണ് ഈ മാൻഡിബിൾ എന്ന് പറയുന്നത്. Origin as 2 parts which unite at midline after birth. അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ, അതായത് ഫീറ്റസ് ആയിരിക്കുമ്പോഴോ കുഞ്ഞ് ജനിക്കുന്ന സമയത്തൊക്കെ ഇത് 2 ബോണാണ്. പക്ഷെ അത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് തമ്മിൽ ചേർന്നിട്ട് മിഡ് ലൈനിൽ ജോയിൻ ചെയ്തിട്ട് യുണൈറ്റ് ചെയ്ത് ഒരു സിംഗിൾ ബോൺ ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് മാൻഡിബിൾ ഉണ്ടാകുന്നത്. അപ്പോ ബർത്തിന് മുന്നേ മാൻഡിബിളിൽ എത്ര ബോണുകൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബോണുകൾ ചേർന്നിട്ടാണ് യുണൈറ്റ് ചെയ്താണ് ഈ മാൻഡിബിൾ ഉണ്ടാകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓർക്കുക, 2 ബോൺസ് ചേർന്നിട്ടാണ് 2 പാർട്ടായിട്ടുള്ള ബോണാണത്. രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മാൻഡിബിൾ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഫേഷ്യൽ സ്കെൽട്ടനിലെ മൂവബിൾ ആയിട്ടുള്ള ബോൺ എന്ന് ചോദിച്ചാലും ആൻസർ ലോവർ ജോ അല്ലെങ്കിൽ മാൻഡിബിൾ തന്നെയാണ്. ഇത് 2 ക്വസ്റ്റ്യനും ചാൻസ് ഉള്ളതാണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതുമാണ് പ്രീവിയസ് എക്സാംസിനൊക്കെ. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ്, എ കർവ്ഡ് ബോഡി വിത്ത് ആൽവിയോലാർ റിഡ്ജ് കണ്ടെയ്നിങ് ലോവർ ടീത്ത്. അപ്പൊ നമ്മുടെ ഈ താഴ്ഭാഗം നമ്മുടെ ടീത്ത് കാണപ്പെടുന്ന ലോവർ ടീത്ത് എന്ന് ലേബിലിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ആ ടീത്ത് എല്ലാം ഹോൾഡ് ചെയ്യുന്ന ആ പാർട്സിനെയാണ്, മാൻഡിബിളിൽ ടീത്ത് അക്കോമഡേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് എന്ത് പറയുന്നത്? ആൽവിയോലാർ
റിഡ്ജ് എന്നാണ് പറയുന്നത്. അതിപ്പോ അപ്പർ ജോ ആയാലും ലോവർ ജോ ആയാലും ഈ ടീത്ത് കാണപ്പെടുന്ന ഭാഗത്തിന് എന്താ പറയുന്നത്? ആൽവിയോലാർ റിഡ്ജ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അത് ചിലപ്പോ വേണമെങ്കിൽ ചോദിക്കാം. അത് അത്രയും കണ്ടിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാം. ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. നമ്മുടെ ടീത്ത് ഹോൾഡ് ചെയ്യുന്ന ബോൺലെസ് സ്ട്രക്ചർ, ആ ഒരു ക്യാവിറ്റി സ്പേസിന് എന്താണ് പറയുന്നത് വെച്ചാൽ ആൽവിയോലാർ റിഡ്ജ് എന്നാണ് പറയുന്നത്. ആൻഡ് എ റാമസ് which projects upwards almost at right angles to the posterior end of the body. അപ്പോൾ ഈ റാമസ് എന്ന പാർട്ട് ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് നമ്മുടെ മാൻഡിബിളിന്റെ ബാക്ക് സൈഡിൽ വരുന്ന മുകളിലോട്ട് അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ബോണി പാർട്ടാണ്. ഏകദേശം ഒരു 90 ഡിഗ്രി ആണ് അല്ലെ. കറക്റ്റ് 90 ഒന്നും അല്ല, എന്നാൽ ഏകദേശം ഒരു 90 ഡിഗ്രി ആംഗിളിലാണ് ഇത് അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ പാർട്ടിനെയാണ് റാമസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റാമസ് എന്നുള്ള പാർട്ട് ഏത് ബോണിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം? മാൻഡിബിളിലാണ് ഈ ഒരു പാർട്ട് കാണപ്പെടുന്നത്. റാമസ് എവിടെയാണ് കാണുന്നത്? മാൻഡിബിളിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്. അറ്റ് ദ അപ്പർ എൻഡ് ദ റാമസ് divides into condylar process which articulates with the temporal bone to form the temporomandibular joint. അതായത് എന്തെയ്യുന്നു? ഈ റാമസ് ബാക്കിലോട്ട് അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്ന റാമസ് എന്നുള്ള പാർട്ട് മാൻഡിബിളിലെ റാമസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ബോണി പ്രൊജക്ഷൻസ് ആയി ആണ് എൻഡ് ചെയ്യുന്നത്. ആ രണ്ട് ബോണി പ്രൊജക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോണ്ടൈലാർ പ്രോസസ് അല്ലെങ്കിൽ കോണ്ടൈൽ, പിന്നെ കൊറോണോയിഡ് പ്രോസസ്. കോണ്ടൈലും കൊറോണോയിഡും എന്നുള്ള രണ്ട് ബോണി പ്രോസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി കോണ്ടൈലാർ പ്രോസസ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, കൊറോണോയിഡ് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഈ കോണ്ടൈലാർ പ്രോസസ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ബോണി പ്രൊജക്ഷൻ ഏത് ബോണുമായിട്ടാണ് ചേരുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്കളിലുള്ള ടെമ്പറൽ ബോണുമായിട്ടാണ് ചേരുന്നത്, കണക്ട് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. ആ ജോയിന്റ് ആണ് ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോണ്ടൈലാർ പ്രോസസ് ആണ് ടെമ്പറൽ ബോണുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ ജോയിന്റിന്റെ പേര് ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്. അപ്പൊ ഈ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് മൂവബിൾ ആയിട്ടുള്ള ഒരേ ഒരു ബോണി ജോയിന്റ് ആണ് ഫേഷ്യൽ സ്കെൽറ്റനിൽ കാണപ്പെടുന്നത്. അത് ഏതാണ്? ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ആണ്. അത് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി കൊറോണോയിഡ് പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫേഷ്യൽ മസിൽസും ലിഗമെന്റ്സും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊറോണോയിഡ് പ്രോസസ് അവിടെ കാണപ്പെടുന്നത്. അതിന്റെ ഫംഗ്ഷൻ അതാണ്. കോണ്ടൈലാർ പ്രോസസ് ആണ് ടെമ്പറൽ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. കൊറോണോയിഡ് പ്രോസസ് മസിൽസും ലിഗമെന്റ്സും ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്ര പോയിന്റ് ആണ് പഠിക്കാനുള്ളത്. സിംഗിൾ ബോൺ ആണ്, രണ്ട് ബോണായിട്ട് ഒറിജിൻ ചെയ്തിട്ട് ബർത്ത് കഴിയുമ്പോൾ ആഫ്റ്റർ ബർത്ത് അത് യുണൈറ്റ് ചെയ്ത് സിംഗിൾ ബോണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിലെ ലോവർ ടീത്ത് കാണുന്ന ആ പാർട്ടിനെ ആൽവിയോലാർ റിഡ്ജ് എന്നാണ് പറയുന്നത്. അതിന് ബാക്കിലോട്ട് കാണുന്ന ബോണി പാർട്ടിനെ റാമസ് എന്ന് പറയുന്നത്, കർവ്ഡ് പോർഷനെ റാമസ് എന്ന് പറയുന്നു. അത് 90 ഡിഗ്രിയിൽ മുകളിലോട്ട് അപ്വേർഡ് ആയിട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ എൻഡ് പോർഷനിൽ രണ്ട് ബോണി പ്രൊജക്ഷൻസ് കാണാൻ പറ്റും, കോണ്ടൈലാർ പ്രോസസ്സും കൊറോണോയിഡ് പ്രോസസ്സും. കോണ്ടൈലാർ പ്രോസസ്സ് ടെമ്പറൽ ബോണുമായിട്ട് ചേർന്ന് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, അതായത് ഒൺലി മൂവബിൾ ബോൺ ഇൻ ദ ഫേഷ്യൽ സ്കെൽറ്റൻ ആണ്. മൂവബിൾ ജോയിന്റ് ഇൻ ദ ഫേഷ്യൽ സ്കെൽറ്റൻ ആണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയുന്നത്. കൊറോണോയിഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മസിൽസും ലിഗമെന്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. ഇതിലാണ് 3-4 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ട്. Next question. Havacial system is the characteristic feature in the histology of dash. അതായത് ഹിസ്റ്റോളജി എന്താണ്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണല്ലേ. ഏതോ ഒരു ടൈപ്പ് ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിനെ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഏത് ടിഷ്യൂവിനെ കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മൾ ഹാവേസിയൻ സിസ്റ്റം എന്നുള്ളത് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് തെറ്റിപ്പോകരുത്. ഹാവേസിയൻ സിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? ബോണിലാണ്. ബോണിന്റെ ടിഷ്യൂവിനെ കുറിച്ച്, ബോണും ഒരു എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ അത് പഠിക്കുന്നുണ്ട്, ബോൺ കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബോണിന്റെ ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഹാവേസിയൻ സിസ്റ്റം കാണുന്നത്. അപ്പൊ ഇനി ഇവിടുത്തെ ഡീറ്റെയിൽസ് താഴെ പറയുന്നത് ഈ ഹാവേസിയൻ സിസ്റ്റത്തിന്റെ പാർട്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ബോണിനകത്ത്, നോർമൽ ബോണിനകത്ത് രണ്ട് തരത്തിലുള്ള ബോൺ ഉണ്ട് അല്ലെ. കോമ്പാക്ട് ബോൺ എന്നും സ്പോഞ്ചി ബോൺ എന്നും പറഞ്ഞ രണ്ട് തരത്തിലുള്ള ബോൺ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ കോമ്പാക്ട് ബോണിന്റെ പ്രത്യേകതകളാണ് ഞാൻ അതിനകത്ത് നമ്മുടെ ഹാവേസിയൻ സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ ഇവിടെ പറയുന്നത്.
ഈ കോമ്പാക്ട് ബോണിനുള്ള വേറൊരു പേരാണ് എന്ത് കോർട്ടിക്കൽ ബോൺ എന്ന് പറയുന്നത്. കോമ്പാക്ട് ബോണിനെയാണ് കോർട്ടിക്കൽ ബോൺ എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് 8 ബോഡി മാസ്. ബോഡി മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി അല്ല, ബോണിന്റെ ബോഡി മാസിന്റെ 80% എന്താണ് കാണപ്പെടുന്നത്? കോമ്പാക്ട് ബോൺ ആണ്. അതായത് ഒരു ബോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് 80% പാർട്ടിലും കോമ്പാക്ട് ബോണും ബാക്കിയുള്ള പാർട്ടിലാണ് സ്പോഞ്ചി ബോണും ഒക്കെ വരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് large number of parallel tube shaped units called osteons or Havesian system. അതായത് ഈ ബോണിന്റെ കോമ്പാക്ട് ബോണിന്റെ അകത്ത് കാണുന്ന പാരലൽ ആയിട്ടുള്ള ട്യൂബ് ഷേപ്ഡ് യൂണിറ്റ്, അതായത് നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ അറിയാം മുകളിൽ കാണുന്ന ഈ റിംഗ് ഫോമിലുള്ള കാണുന്നുണ്ടല്ലോ, അതാണ് ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ആ ഓരോരോ യൂണിറ്റിനെയാണ് ഓസ്റ്റിയോൺ, ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാവോസിയൻ സിസ്റ്റം. അത് ഓർത്തിരിക്കുക, ഓസ്റ്റിയോൺ എന്ന് വെച്ചാൽ എന്താണ്? ഹാവോസിയൻ സിസ്റ്റം ആണ്. അതും ചിലവ് വേണമെങ്കിൽ അതർ നെയിം ഏതാണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കിപ്പോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എത്ര സിമ്പിൾ ആയിട്ടുള്ള ഏരിയ നിന്നാണ് വരുന്നതെന്നോ എത്ര ടഫ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓസ്റ്റിയോൺ എന്ന് പറയുമ്പോൾ ഹാവോസിയൻ സിസ്റ്റം ആണ്. ഈ ഒരു പാരലൽ ആയിട്ടുള്ള ട്യൂബ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഹാവോസിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹാവോസിയൻ സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഈച്ച് ഹാവോസിയൻ സിസ്റ്റം കണ്ടെയ്ൻ സെൻട്രൽ കനാൽ. അതായത് ഈ ഹാവോസിയൻ സിസ്റ്റത്തിന്റെ ഈ മുകളിലുള്ള ട്യൂബായിട്ടുള്ള ഈ സ്ട്രക്ചറിന്റെ നടുക്ക് സെൻട്രലായിട്ട് എന്താണ് ഒരു നീല ബ്ലൂ കളറും റെഡ് കളറും നമ്മൾ കാണുന്നുണ്ടല്ലേ, ആ ഒരു പാർട്ടിനെയാണ്, ആ ഒരു ബ്ലൂവും റെഡും കാണുന്ന ആ ഒരു ക്യാവിറ്റി, അതിനെയാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ഹാവോസിയൻ സിസ്റ്റത്തിന്റെ സെന്റർ ആയിട്ട് എന്ത് കാണുന്നു? സെൻട്രൽ കനാൽ എന്നുള്ള സ്ട്രക്ചർ കാണുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന് ചുറ്റും ഇങ്ങനെ റിങ്സ് പോലെ കാണുന്നുണ്ട് അല്ലെ. ആ ഒരു റിങ്സിനെ അവരിവിടെ സിമിലർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മരം മുറിക്കുമ്പോൾ അതിലിങ്ങനെ ഒരു വലിയ വിളവുള്ള ഒരു മരം മുറിക്കുമ്പോൾ അതിന് ഇങ്ങനെ റിങ്സ് കാണും അല്ലെ, ചില വലിയ മരങ്ങൾ മുറിക്കുമ്പോൾ. അപ്പൊ അതുപോലെയാണ് ഇവിടെ റിങ്സ് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ കനാൽ. ഈ റിങ്സിന് നടുക്കായിട്ട് സെൻട്രൽ കനാൽ കാണപ്പെടുന്നു. ആ സെൻട്രൽ കനാലിൽ എന്ത് കാണപ്പെടുന്നു? ഈ നീലയും ചുവപ്പുമായിട്ട് കണ്ടത്, അല്ലെങ്കിൽ ബ്ലൂ റെഡുമായിട്ട് കണ്ടത് എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അവിടെയാണ് nerves, lymph vessels, blood vessels ഇതെല്ലാം കാണപ്പെടുന്നത് ഈ സെൻട്രൽ കനാലിലാണ്. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ്. സെൻട്രൽ കനാൽ കണ്ടെയ്ൻസ് nerves, lymphatics and blood vessels, and this canal linked with neighboring canals by tunnels called perforating canals. അപ്പോൾ ഈ സെൻട്രൽ കനാലിനകത്താണ് എന്ത് കാണുന്നത്? നെർവും ലിംഫ് വെസൽസും ബ്ലഡ് വെസൽസും ഒക്കെ കാണുന്നത്. എന്നിട്ട് ഈ അടുത്തടുത്തുള്ള ഹാവോസിയൻ സിസ്റ്റങ്ങൾ തമ്മിൽ ബ്ലഡ് വെസൽസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണമല്ലോ. ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെ കണക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനാണ് പെർഫോറേറ്റിംഗ് കനാൽ. അത് നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ ഈ പിക്ചറിൽ കാണാം. ഇവിടെ കണ്ടില്ലേ, റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ നോക്കുക, താഴെ രണ്ട് കനാലുകൾ തമ്മിൽ സെൻട്രലിൽ കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പോർഷൻ കാണുന്നുണ്ട് അല്ലെ, അതിനെയാണ് പെർഫോറേറ്റിംഗ് കനാൽ എന്ന് പറയുന്നത്. The series of cylindrical plates of bone arranged around each central canal called lamellae. ഓക്കെ, നമ്മുടെ ഈ സെൻട്രൽ കനാലിന് ഇനി മുകളിലുള്ള സെൻട്രൽ കനാൽ നോക്കിക്കോളൂ കേട്ടോ. ഈ സെൻട്രൽ കനാലിന് ചുറ്റും ഇങ്ങനെ റിംഗ്സ് പോലെ കാണുന്നുണ്ടെങ്കിലേ ആ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ലാമെല്ലെ. കാരണം ഞാൻ ഇത് ഓരോ പോയിന്റ് ഇത്ര ഡീറ്റെയിൽ ആയി പറയാൻ കാരണം ഈ ലാമെല്ലെ, സെൻട്രൽ കനാൽ, ഇങ്ങനെയുള്ള സ്ട്രക്ചർ എല്ലാം ക്വസ്റ്റ്യൻസ് എക്സാംസിന് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റിപ്പോകാൻ പാടില്ല. ഹാവോസിയൻ സിസ്റ്റം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി നഴ്സിംഗ് സ്റ്റുഡൻസിനാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹാവോസിയൻ സിസ്റ്റം മാത്രം വേണമെങ്കിൽ 5 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ റിംഗ്സിനെ എന്ത് പറയുന്നു? ലാമെല്ലെ എന്ന് പറയുന്നു. Between the adjacent lamellae of osteon are strings of little cavities called lacunae. അപ്പൊ ഈ സ്ട്രിങ്സിനകത്ത്, ഈ റിംഗ്സിനകത്ത്, ലാമെല്ലയ്ക്കകത്ത് ചെറിയ എന്ത് പറയുന്നു? ഒരു ചെറിയ കാവിറ്റീസ്, അതായത് ഈ സ്പോട്ട് ലൈക്ക് സ്ട്രക്ചർ കണ്ടില്ലേ, ചെറിയ സ്പോട്ട് ആയിട്ട് കാണുന്നില്ല, അതിനെയാണ് എന്ത് പറയുന്നത്? ലാക്യൂണെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാക്യൂണയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലാക്യൂണയിലാണ് നമ്മുടെ ബോൺ ഫോമിംഗ് സെൽസ് ആയ ഓസ്റ്റിയോസൈറ്റ് കാണപ്പെടുന്നത്. ഓസ്റ്റിയോസൈറ്റ് കാണപ്പെടുന്ന പാർട്ട് ഏതാണ്? ഹാവോസിയൻ സിസ്റ്റത്തിൽ ഓസ്റ്റിയോസൈറ്റ് കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ലാക്യൂണെ ഉണ്ടെങ്കിൽ ലാക്യൂണയാണ് എഴുതേണ്ടത്. ഓക്കെ, ലാമെല്ലയിലുള്ള ഒരു സ്ട്രിംഗ് കാവിറ്റീസ്, ലിറ്റിൽ കാവിറ്റീസ് ആണ് എന്ത് പറയുന്നത്? ലാക്യൂണെ. ആ ലാക്യൂണയിലാണ് ഓസ്റ്റിയോസൈറ്റ് കാണപ്പെടുന്നത്. ഈ ലാക്യൂണ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതിവിടെ
ലേബൽ ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ലാക്യൂണകൾ തമ്മിലും എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് തമ്മിൽ. ആ ഒരു ചെറിയ ടൈനി ചാനൽസിനെ എന്ത് പറയുന്നു, കനാലിക്കുലേ എന്നാണ് പറയുന്നത്, which allows the circulation of interstitial fluid through the bone and direct contact between osteocytes. ഇങ്ങനെ അടുത്തടുത്തുള്ള ലാക്യൂണെ തമ്മിൽ കനാലിക്കുലേ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി അവിടെ കൂടെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, ടിഷ്യൂസിനകത്തുള്ള ഫ്ലൂയിഡിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ബോണും ഒരു ടിഷ്യൂ ആണ്, ബോണിനകത്ത് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഉണ്ട്, അത് തമ്മിലുള്ള സർക്കുലേഷൻ പോസിബിൾ ആക്കുകയും അതുപോലെ തന്നെ ഈ ലാക്യൂണയിൽ കാണപ്പെടുന്ന ഓസ്റ്റിയോസൈറ്റ്സ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോമ്പാക്ട് ബോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇതെല്ലാം പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് വേണമെങ്കിൽ ചോദിക്കാം. സെൻട്രൽ ലെവൽ എക്സാംസിന്, സ്റ്റേറ്റ് ലെവൽ എക്സാംസിന് ഒക്കെ ഇതിനുള്ള പോയിന്റ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് മിക്കവാറും ഉള്ളവർക്ക് തെറ്റിപ്പോകുന്നത് എക്സാംസിന്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അത് നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് അല്ലെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം, അതിന് സ്ലോ ആകുന്നു. പാരനൈസൽ സൈനസസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഡാഷ് ബോൺ. അതായത് സത്യത്തിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ബോൺ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏത് ബോണിനാണ് സൈനസസ് കാണാത്തത്. സൈനസസ് എന്ന് വെച്ചാൽ എന്താണ്, ബോണിനകത്തുള്ള എയർ ഫിൽഡ് ക്യാവിറ്റീസിനെയാണ് സൈനസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബോണിലാണ് സൈനസസ് ഇല്ലാത്തത്, അതായത് നമ്മുടെ ഫേഷ്യൽ സ്കെൽറ്റനിലുള്ള ബോൺസിൽ എയർ ഫിൽഡ് ക്യാവിറ്റീസ് കാണപ്പെടുന്നുണ്ട്. അതിൽ ചില ബോണുകളിൽ എയർ ഫിൽഡ് ക്യാവിറ്റീസ് കാണില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബോണും എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ലാക്രിമൽ ബോണാണ്. ഞാനിവിടെ ഇത് പറയാൻ കാരണം, ഈ ക്വസ്റ്റ്യൻ തരാൻ കാരണം ലാക്രിമൽ ബോണിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തത്. ഓപ്ഷൻസ് ഞാനിവിടെ ആഡ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കുക, ലാക്രിമൽ ബോണിൽ എന്തില്ല, സൈനസസ് ഇല്ല. ഓക്കെ, അപ്പോൾ ലാക്രിമൽ ബോണിന്റെ പ്രത്യേകത പറയാം. Two small rectangular bone that forms part of the medial walls of the orbit. അതായത് നമ്മൾ ഈ പിക്ചറിൽ നോക്കി കാണാം അല്ലെ, ഈ റെഡ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ നാസൽ ബോണിന്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ബോൺ കാണുന്നതാണ്. അതാണ് ഈ ലാക്രിമൽ ബോൺ എന്ന് പറയുന്നത്. ഈ ലാക്രിമൽ ബോൺ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർബിറ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത്, അതായത് കണ്ണ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റി ഉണ്ടല്ലോ, ഓർബിറ്റ്, അതിന്റെ മീഡിയൽ വോൾ എന്ന് പറയുന്നത് ഈ ലാക്രിമൽ ബോൺ കൊണ്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ട് ചെറിയ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ബോൺ ആണ്, അത് ഓർബിറ്റൽ ക്യാവിറ്റിയുടെ മീഡിയൽ വോൾ ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ എന്തായിട്ട് കാണുന്നത്, ലൊക്കേറ്റഡ് പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ടു ദ നാസൽ ബോൺ. നാസൽ ബോൺസിന് പോസ്റ്റീരിയറും ലാറ്ററലുമായിട്ടാണ് ഈ ലാക്രിമൽ ബോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പൊ ലാക്രിമൽ ബോണിൽ സൈനസസ് ഇല്ല, റെക്ടാങ്കുലർ ഷേപ്പ് ആണ്, പിന്നെ ഓർബിറ്റൽ ക്യാവിറ്റിക്കകത്ത് ഇതിന് ഈ മീഡിയൽ വോൾ എന്ന് പറയുന്നത് ലാക്രിമൽ ബോൺ ആണ്. ഓക്കെ, ദ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ലാക്രിമൽ ബോൺ ഫോംസ് എ ഷാലോ ഡിപ്രഷൻ കോൾഡ് ലാക്രിമൽ ഫോസ. അതായത് എന്താണ്, ലാക്രിമൽ ബോണിന്റെ പുറം ഭാഗത്ത് ആന്റീരിയർ പോർഷനിൽ ഒരു ചെറിയൊരു ഡിപ്രഷൻ, ഒരു കുഴിവ് പോലെ, ഒരു ഡിപ്രഷൻ, ഒരു വിടവ് പോലെ കാണാം. ആ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ലാക്രിമൽ ഫോസ എന്ന് പറയുന്നത്. ആ ലാക്രിമൽ ഫോസ എന്ത് ചെയ്യുന്നു, അത് ഓർത്തിരിക്കുക, ലാക്രിമൽ ഫോസ എന്നാണ് പറയുന്നത്. ആ ലാക്രിമൽ ഫോസ എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻറ്റീരിയർലി അകത്തോട്ട് ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ബോണി പാർട്ട്. അതിന് എന്ത് പറയുന്ന പേര്, നാസോ ലാക്രിമൽ കനാൽ അല്ലെങ്കിൽ നാസോ ലാക്രിമൽ ഡക്ട് എന്നാണ് പറയുന്നത്. ഈ നാസോ ലാക്രിമൽ ഡക്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, വിച്ച് carries tears from the medial canthus of the eye to the nasal cavity. അതായത് കണ്ണുനീര് നിറയുമ്പോൾ, ടീയേഴ്സ് വരുമ്പോൾ എക്സസ് ആയി വരുന്ന അവിടെ പുറത്തോട്ട് പോകാത്ത കണ്ണുനീരുണ്ടാവില്ല, ആ കണ്ണുനീര് ടീയേഴ്സ് എവിടെ കൂടിയാണ് പോകുന്നത്, ഈ നാസോ ലാക്രിമൽ ഡക്റ്റ് വഴി നാസൽ ക്യാവിറ്റിയിൽ എത്തുന്നു. അതാണ് ഈ ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ. ഓക്കെ, നാസോ ലാക്രിമൽ ഡക്റ്റ് opens behind the inferior nasal conge. അപ്പൊ ഇത് ഇങ്ങനെ നമ്മുടെ ലാക്രിമൽ ഫോസയിൽ നിന്ന് എക്സ്റ്റെൻഡ് ആവുന്ന ഈ കനാൽ എവിടെയാണ് ലാസ്റ്റ് ഓപ്പൺ ആവുന്നതെന്ന് ചോദിച്ചാൽ, നോസിൽ ഇൻഫീരിയർ നാസൽ കോങ്കെ എന്ന് പറഞ്ഞ രണ്ട് ബോൺസ് ഉണ്ട്. ആ ബോൺസിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ നാസോ ലാക്രിമൽ ഡക്ട് ഓപ്പൺ ആവുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എക്സാമിന് ചോദിക്കാം, എവിടെയാണ് നാസോ ലാക്രിമൽ ഡക്ട് ഓപ്പൺ ആകുന്നത്, ഏത് ബോണിന്റെ പിന്നിലാണോ എന്ന് ഓപ്പൺ ആകുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ മറക്കണ്ട, ഇൻഫീരിയർ നാസൽ കോങ്കെ അല്ലെങ്കിൽ ഓപ്ഷനിലെ നാസൽ ക്യാവിറ്റി എന്നാണെങ്കിൽ അതായിരിക്കും ആൻസർ. ഇൻഫീരിയർ നാസൽ കോങ്കെ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതായിരിക്കും ആൻസർ. ഓക്കെ, നമ്മുടെ ലാക്രിമൽ ബോണിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റിസോർപ്ഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ബോൺ കൺട്രോൾഡ് ബൈ ഡാഷ്. അപ്പോൾ ഏത് അല്ലെങ്കിൽ ഏത് ഹോർമോൺ അല്ലെങ്കിൽ ഏത് വിറ്റമിൻ ആണ് നമ്മുടെ ബോണിന്റെ ഫോർമേഷനും റിസോർപ്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ പാരാതൈറോയ്ഡ് ഹോർമോൺ, കാൽസിറ്റോണിൻ ആൻഡ് വിറ്റമിൻ ഡി ഇതൊക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബോണിന്റെ റിസോർപ്ഷനും ഫോർമേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ബോണിന്റെ വളർച്ചയെയും അതുപോലെ തന്നെ അതിന്റെ റിസോർപ്ഷനും ഒക്കെ ബ്രേക്ക് ഡൗണും റീമോഡലിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് എക്സാംസിന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഇതിൽ ഏത് ഹോർമോൺ ആണ് ബോൺ ഗ്രോത്തിനെ സഹായിക്കാത്തത് എന്ന് ചോദിച്ചിട്ടൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ് ബോൺ ഗ്രോത്തിൽ എന്ന് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഹോർമോൺ ആണ് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാൽസിട്രിയോൾ അത് എന്ത് ചെയ്യുന്നു? കാൽസിട്രിയോൾ കാൽസിട്രിയോൾ എന്നതാണ് ഫസ്റ്റ് പാർട്ട്. കാൽസിട്രിയോൾ എന്താണ്? അതായത് ആക്റ്റീവ് ഫോം ഓഫ് വിറ്റമിൻ ഡി ആണ് കാൽസിട്രിയോൾ. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിഡ്നി ആണ്. അപ്പൊ കിഡ്നിയിൽ നിന്നാണ് അത് സപ്ലൈ ചെയ്ത സോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊമോട്ട്സ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺ അബ്സോർപ്ഷൻ അലോങ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫേറ്റും ഒക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് കാൽസിട്രിയോളിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് ഓർത്തിരിക്കുക. വിറ്റമിൻ ഡി ആണ്. അതായത് നമ്മുടെ ബോൺ ഫോർമേഷനും റിമോഡലിംഗും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് കാൽസ്യം ഫോസ്ഫേറ്റും ഒക്കെ അല്ലെ. അപ്പൊ അത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആരുടെ സഹായത്തോടെയാണ്? കാൽസിട്രിയോളിന്റെ സഹായത്തോടെയാണ്. അതെന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ്. ആക്റ്റീവ് ഫോം ഓഫ് വിറ്റമിൻ ഡി ആണ്. നെക്സ്റ്റ് ആണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ്സ് ഓസ്റ്റിയോബ്ലാസ്റ്റ് activity and the synthesis of bone matrix. osteoblast എന്ന് പറയുന്നത് ബോൺ ഫോമിംഗ് സെൽസ് ആണ്. അപ്പോൾ അതിന്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ത്വരിതപ്പെടുത്തുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്നു? ബോൺ ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. നെക്സ്റ്റ് വൺ തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറയുന്നത് ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അതായത് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫോളിക്കിൾ സെൽസ്. തൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള ഫോളിക്കിൾ സെൽസിൽ നിന്നാണ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് ദ സിന്തസിസ് ഓഫ് ബോൺ മാട്രിക്സ്. സെയിം ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഗ്രോത്ത് ഹോർമോണിനോടൊപ്പം ചേർന്ന് തൈറോക്സിൻ എന്ത് ചെയ്യുന്നു? ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്സ് ഹോർമോൺസ്. അതായത് ഓവറീസിൽ നിന്ന് ഈസ്ട്രോജനും ടെസ്റ്റസിൽ നിന്ന് ആൻഡ്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് സെക്സ് ഹോർമോൺസ് ആണ്. അതും എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ പാരാതൈറോയ്ഡ് ഹോർമോൺ. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും. സ്റ്റിമുലേറ്റ്സ് ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി, എലിവേറ്റ്സ് കാൽസ്യം അയോൺ കോൺസെൻട്രേഷൻ ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. അതായത് ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ അത് വേറൊരു ടൈപ്പ് ബോൺ സെൽസ് ആണ്. അതിന്റെ ആക്ടിവിറ്റിയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സിലെ കാൽസ്യത്തിന്റെ അളവ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് കാൽസിറ്റോണിൻ. അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡിലെ തന്നെ സി സെൽസ് എന്നറിയപ്പെടുന്ന നോൺ ഫോളിക്കുലാർ സെൽസ്, ആ ടൈപ്പ് സെൽസിൽ അതിനെയാണ് സി സെൽസ് എന്ന് പറയുന്നത്. ആ തൈറോയ്ഡ് ഗ്ലാൻഡിലെ സി സെൽസ് ആണ് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആക്ടിവിറ്റിക്ക് എതിരെയായിട്ടാണ് ഈ കാൽസിറ്റോണിൻ ആക്ട് ചെയ്യുന്നത്. ഇൻഹിബിറ്റ്സ് ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി, promotes calcium loss at kidneys, reduces calcium ion concentration in body fluid. Okay, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് വായിച്ച് പഠിക്കണം. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഹോർമോൺസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, സ്മോളസ്റ്റ് ബോൺ ഈസ് പ്രസന്റ് ഇൻ ഡാഷ്. അതായത് നമ്മുടെ ശരീരത്തിലെ ബോഡിയിലെ ഹ്യൂമൻ സ്കെൽറ്റനിലെ ഏറ്റവും ചെറിയ ബോൺ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും വലിയ ബോൺ ഏതാണ്, ചെറിയ ബോൺ ഏതാണെന്നുള്ളത്. അപ്പൊ ഈ ചെറിയ ബോൺ എവിടെ കാണുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എവിടെയാണ്? ഇയേഴ്സിലാണ് എവിടെ സ്മോളസ്റ്റ് ബോൺ കാണപ്പെടുന്നത്. ഏതാണ് സ്മോളസ്റ്റ് ബോൺ എന്ന് വെച്ചാൽ സ്കേപ്പിസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോണുകളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മാലിയസ്, ഇൻഗസ്, സ്കേപ്പിസ് എന്നുള്ള ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ചെവിയിൽ ഇയേഴ്സിനകത്ത് കാണപ്പെടുന്ന ബോൺസ് ആണ് ഇത്. അപ്പൊ നമ്മുടെ 6 ഓഡിറ്ററി ഓസിക്കിൾസ് ഉണ്ട്. ഓരോ ഇയേഴ്സിലും എന്താ പറയുന്നത് 3 വെച്ചിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെയാണ്
എന്താ പറയാ സ്റ്റേപ്പിസ് എന്ന ഇതിൽ സ്റ്റേപ്പിസിനെയാണ് സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോൺ കണ്ടല്ലോ, ഈ സ്ട്രക്ചറിൽ ഇവിടെ 3 ബോൺ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ലേബൽ ചെയ്തിട്ടുണ്ട് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഓക്കെ, നമുക്ക് ഇയർ പഠിക്കുന്ന സമയത്ത് ഇയറിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഷേപ്പിനെ കുറിച്ചും അതിന്റെ ഫംഗ്ഷനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ ഓഫ് ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ. ഓക്കെ, സെസമോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോൺ തന്നെ പല ടൈപ്പിലുള്ള ബോൺ ഉണ്ട് അല്ലെ. ലോങ് ബോൺ ഉണ്ട്, ഷോർട്ട് ബോൺ ഉണ്ട്, ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ഇറഗുലർ ബോൺ ഉണ്ട്, പിന്നെ ഒരു ടൈപ്പാണ് ഈ സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ സ്ട്രക്ചറും ലൊക്കേഷനും ഫംഗ്ഷനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ബോണിനെ പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ സെസമോയിഡ് ബോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മറ്റു ബോണുകളായിട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടല്ല, അതിങ്ങനെ ലിഗമെന്റ്സിനും ടെൻഡോൺസിനും ഇടയ്ക്കിലായിട്ട് സസ്പെൻഡ് ചെയ്താണ് കാണപ്പെടുന്നത്. അതാണ് ഈ സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്, ചെറിയ ചെറിയ സെസമോയിഡ് ബോണിൽ ഒരുപാടുണ്ട്, പക്ഷെ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് വലിയ സെസമോയിഡ് ബോൺ ആണ് നമ്മുടെ പാറ്റല്ല. നീ ബോൺ എന്ന് പറയുന്ന പാറ്റല്ലയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെസമോയിഡ് ബോൺ. നമ്മുടെ ഈ പിക്ചറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഫെമറിനും ട്യൂബുലയും ജോയിൻ ചെയ്യുന്ന നീ ജോയിന്റിൽ ഒരു ടെൻഡോൺസിന്റെ പാറ്റല ടെൻഡോൺ അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് സെൻട്രൽ ആയിട്ട് ഒരു ചെറിയ ബോൺ കാണുന്നു, അതിനെയാണ് പാറ്റല്ല എന്ന് പറയുന്നത്. പാറ്റല്ല ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു? സെസമോയിഡ് ബോൺ എന്ന് പറഞ്ഞു. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഫാൾസ് റിബ്സ് ഈസ് ഡാഷ്. ഏത് റിബ്സിനെയാണ് ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. റിബ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് ഓർത്തിരിക്കുക, എന്ത് വേണേലും ചോദിക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്ര റിബ്സ് ആണ് കാണപ്പെടുന്നത്? 24 റിബ്സ് ആണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ 12 പെയർസ് റിബ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റ് പെയർ മുതൽ 7 പെയർ, ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ ഇവിടെ കാണിച്ചത്. പിക്ചറിൽ നിന്ന് നമ്മൾ പഠിക്കും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫസ്റ്റ് പെയർ മുതൽ 7th പെയർ വരെയുള്ള റിബ്സിനെ ട്രൂ റിബ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ട്രൂ റിബ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വെർട്ടിബ്രയുടെ ബാക്ക് സൈഡിൽ നിന്ന് പോസ്റ്റീരിയറിൽ നിന്ന് ഇങ്ങനെ കർവ് ആയിട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റേർണത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഹയാലിൻ കാർട്ടിലേജ് വഴിയാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ കാർട്ടിലേജ് എന്നാണ് അതിന് പറയുന്നത്. ഈ കാർട്ടിലേജ് വഴിയാണ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇത് വന്ന് സ്റ്റേർണത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് അറ്റാച്ച്മെന്റ് വരുന്ന റിബ്സിനെയാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 8th മുതൽ 12th വരെ വരുന്ന റിബ്സിന് ഇങ്ങനെ കറക്റ്റ് ഒരു അറ്റാച്ച്മെന്റ് വരുന്നില്ല, ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയി ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത് ഏതാണ്? 8 to 12th വരെയുള്ള റിബ്സിനെയാണ് ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ അതിനൊപ്പം പഠിക്കുക ട്രൂ റിബ്സ് 1 to 7 ആയിട്ടുള്ള പെയർസിനെയാണ് ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 11th and 12th പെയർസിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് പോസ്റ്റീരിയർ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെർട്ടിബ്രയുമായിട്ട്, പക്ഷെ ആന്റീരിയർ പോർഷനിൽ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സ്റ്റേർണമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഫ്രീ ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് അതിനെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ബാക്കി സ്റ്റേർണത്തിന്റെ പോർഷനൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേർണത്തിനെ കുറിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു സിംഗിൾ റിബ്സിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ട്യൂബർക്കിൾ ഉണ്ട്. ഈ ട്യൂബർക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വെർട്ടിബ്രയിലുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷൻ ആണ് ഈ ട്യൂബർക്കിൾ എന്ന് പറയുന്നത്. മോണിയോ പ്രൊജക്ഷൻ, പിന്നെ ആംഗിൾ, കോസ്റ്റൽ ഗ്രൂവ്. കോസ്റ്റൽ ഗ്രൂവ് എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്താണ്? കോസ്റ്റൽ ഗ്രൂവിലാണ് നമ്മൾ ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും മസിൽസും ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന പാർട്ട്. അവിടെ ഇത് ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഇന്നർ സൈഡ് വന്നിട്ട് റഫും ഔട്ടർ സൈഡ് വന്നിട്ട് സ്മൂത്തുമാണ്. ഇതാണ് പ്രത്യേകത, റിബ്സിന്റെ പ്രത്യേകത അതാണ്. ഔട്ടർ സൈഡ് വന്നിട്ട് സ്മൂത്ത്, ഇന്നർ സൈഡ് വന്നിട്ട് റഫും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ പറയാനുള്ളത്. മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടെ ഒന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് റിബ്സ് ഒക്കെ മനസ്സിലായല്ലോ അല്ലെ, എന്തുകൊണ്ടാണ് ആ ടൈപ്പ് തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മളിവിടെ പെൽവിസിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഈ 3 ക്വസ്റ്റ്യനും വന്നിട്ട് എന്താണ് OBGയിൽ വരുന്നതാണ്.
ഒബിജിൽ വരുന്നത്. എന്നാലും നമ്മൾ ഇവിടെ പെൽവിസ് പഠിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചതേ ഉള്ളൂ ടൈപ്സ് ഓഫ് പെൽവിസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാമല്ലേ 4 ടൈപ്പ് പെൽവിസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഗൈനക്കോയിഡ് പെൽവിസ്, ആൻഡ്രോയിഡ് പെൽവിസ്, ആന്ത്രോപോയിഡ് പെൽവിസ്, പ്ലാറ്റിപ്പോയിഡ് പെൽവിസ്. അതായത് ഈ ബ്രിമ്മിന്റെ സെൻട്രലിലുള്ള ആ ഒരു സ്ട്രക്ചറിന്റെ ഷേപ്പിനനുസരിച്ച് നമ്മുടെ പെൽവിസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം. പെൽവിസ് ഇൻ ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പിലുള്ള പെൽവിസ് ഏതാന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആന്ത്രോപോയിഡ് പെൽവിസ് ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആന്ത്രോപോയിഡിന്റെ ഷേപ്പ് ഓവൽ ഷേപ്ഡ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ഫണൽ ഷേപ്ഡ് പെൽവിസ് ഏതാന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ആണ്. ഹാർട്ട് ഷേപ്ഡ് ആണ് അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് എന്ന് പറയുമ്പോൾ അത് ആൻഡ്രോയിഡ് പെൽവിസ് ആണ്. പിന്നെ ദ ഐഡിയൽ പെൽവിസ് ഫോർ ചൈൽഡ് ബിയറിംഗ്, കുട്ടിയെ ക്യാരി ചെയ്യാനും ആ കുട്ടിയെ നോർമലി ഡെലിവർ ചെയ്യാനും ഒക്കെ കഴിയുന്ന പെൽവിസിനെ എന്താണ് പറയുന്നത്? ഗൈനക്കോയിഡ് പെൽവിസ് എന്നാണ് പറയുന്നത്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരിൽ ഷാലോ കാവിറ്റി ആയിട്ടുള്ള ചെറിയ പെൽവിസ് കാണുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പ്ലാറ്റിപ്പോയിഡ് എന്ന് പറയുന്നത്. പ്ലാറ്റിപ്പോയിഡ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഈ ബാക്കിയുള്ള ഗൈനക്കോയിഡ്, ആൻഡ്രോയിഡ്, ആന്ത്രോപോയിഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗൈനക്കോയിഡ് ആണ് നോർമൽ ചൈൽഡ് ബിയറിംഗ് ആയിട്ടുള്ള പെൽവിസ്. ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് ആണ്. ആന്ത്രോപോയിഡ് എന്ന് പറയുമ്പോൾ ഓവൽ ഷേപ്ഡ് ആണ്. ഓക്കെ, ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോണി പ്രൊജക്ഷൻ ഓഫ് സ്കെപ്യൂല ഈസ് കോൾഡ്. അതിന് എന്താണ് പറയുന്ന ഓപ്ഷനിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ഏതാണ് ആൻസർ എന്നുള്ളത്. കാരണം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു പ്രൊജക്ഷൻ മാത്രമേ സ്കെപ്യുലയുടെ ഒരു പ്രൊജക്ഷൻ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിൽ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ അക്രോമിയോൺ പ്രോസസ് ആയിരുന്നു ആൻസർ. അപ്പൊ നമ്മളിവിടെ സ്കെപ്യുലയുടെ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടുള്ള സ്കെപ്യുല ഈ ബ്ലേഡ് ആയിട്ടുള്ള ബിഗ് പാർട്ടിനെയാണ് സ്കെപ്യുല എന്ന് പറയുന്നത്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബോൺ ആണ് ഹ്യൂമറസ്. മുകളിൽ കാണുന്നത് ക്ലാവിക്കിൾ. കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് പിക്ചറിൽ നമുക്ക് കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ബ്ലേഡ് ആയിട്ടുള്ള ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കെപ്യുല എന്ന് പറയുന്ന ബോണിന്റെ മുകളിലുള്ള 2 ബോണി പ്രൊജക്ഷൻ ആണ്. ഒന്ന് അക്രോമിയൻ പ്രോസസ്സും ഒന്ന് കൊർക്കോയിഡ് പ്രോസസ്സും. ഓക്കെ, ഈ അക്രോമിയൻ പ്രോസസ് ആണ് എന്തിനെ സഹായിക്കുന്നത്? നമ്മുടെ ക്ലാവിക്കിൾ വന്ന് സ്കെപ്യുലമായിട്ട് ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് ഈ നമ്മുടെ അക്രോമിയൻ പ്രോസസ് എന്ന് പറയുന്നത്. ആ ജോയിന്റിനെയാണ് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ കാണുന്ന ഈ കൊറക്കോയിഡ് പ്രോസസ് എന്തിനാന്ന് വെച്ചാൽ മസിൽസും ലിഗമെന്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൊറക്കോയിഡ് പ്രോസസ്. പിന്നെ ഈ ഗ്ലീനോയിഡ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഹ്യൂമറസ് ബോണിന്റെ കൈയിന്റെ അപ്പർ ബോൺ ആണ് അല്ലെ, കൈന്റെ നമ്മുടെ ഹാൻഡിന്റെ അപ്പർ ബോൺ ആണ് ഹ്യൂമറസ് ബോൺ, ലോങ് ബോൺ ആണ്. ഈ ഹ്യൂമറസിന്റെ ഹെഡ് പോർഷൻ വന്നിട്ട് നമ്മുടെ സ്കെപ്യുലയുടെ ഗ്ലീനോയിഡ് എന്നുള്ള ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്യാവിറ്റി സ്പേസിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് സൈസിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പോർഷനെയാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്കെപ്യുലയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. സ്കെപ്യുല എന്ന് പറയുമ്പോൾ അതർ നെയിം ഷോൾഡർ ബ്ലേഡ് ആണ്. ഇതിൽ 2 ബോണി പ്രൊജക്ഷൻസ് മുകളിൽ കാണാം. ഒന്ന് അക്രോമിയോൺ പ്രോസസ്സും ഒന്ന് കൊറക്കോയിഡ് പ്രോസസ്സും. അക്രോമിയോൺ പ്രോസസ് ആണ് ക്ലാവിക്കിളുമായിട്ട് ചേർന്ന് ജോയിൻ ചെയ്തിട്ട് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ് ഫോം ചെയ്യുന്നത്. പിന്നെ കൊറക്കോയിഡ് പ്രോസസ്സ് മസിൽസ് ലിഗമെന്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് ഇതിലുള്ള ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്നുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോർ എന്താണ് ഹെഡ് ഓഫ് ഹ്യൂമറസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റി കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത് സ്കെപ്യുലയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ബോൺ ഫോർ ഇൻസ്റ്റെപ്പ്. അതായത് നമുക്ക് കാല് ഊന്നി ഇങ്ങനെ കയറാൻ വേണ്ടി സഹായിക്കുന്ന ബോണുകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ടാർസസ്. ടാർസസ് അല്ലെങ്കിൽ ടാർസൽസ്. ടാർസൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ബോൺ ഉണ്ട്? ടാർസൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെൽറ്റന്റെ ക്ലാസിഫിക്കേഷനകത്ത് ഞാൻ പറഞ്ഞിരുന്നു 7 ബോൺസ് ആണ് ടാർസൽസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. 3 ക്യൂണിഫോംസ് ബോൺസ്, നാവിക്കുലാർ ബോൺ, ടാലസ്, ക്യൂബോയിഡ്, calcaneus. അങ്ങനെ 7 ബോൺസ് ആണ്. ക്യൂബോയിഡും calcaneusഉം നാവിക്കുലാറും ടാലസും വന്നിട്ട് എന്ത് ചെയ്യുന്നു? സിംഗിൾ ആയിട്ട് കാണുന്നു. പിന്നെ 3 ക്യൂണിഫോംസും ചേർന്ന് കാണുന്നു. ഇത് 3 ബോൺസ് ചേരുമ്പോഴാണ് ടാർസൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ നാവിക്കുലാറിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? അത് ബോട്ട് ഷേപ്ഡ് ബോൺ എന്ന് പറയുന്നത്. ബോട്ട് ഷേപ്ഡ് ബോൺ ഓഫ് ഫുട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നാവിക്കുലാർ ബോൺ ആണ്. പിന്നെ ലാർജസ്റ്റ് ബോൺ ഓഫ് ഫുട്ട് ഏതെന്ന് ചോദിച്ചാൽ കാൽക്കേനിയസ് ആണ്. നമ്മുടെ കാലിലെ ഫൂട്ടിലെ ഏറ്റവും വലിയ ബോൺ എന്ന് പറയുന്നത് കാൽക്കേനിയസ് ആണ്. ബോട്ട് ഷേപ്ഡ് ആയിട്ടുള്ളത് നാവിക്കുലാർ ആണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റെപ്പിനുള്ള ബോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടാർസൽസ് അല്ലെങ്കിൽ ടാർസസ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ബോണിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും
എല്ലാ പോയിന്റ്സും പറയുന്നുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബോൺ ഫോമിംഗ് സ്റ്റെം സെൽസ് ഏതാണ്? ബോൺ ഫോമിംഗ് സ്റ്റെം സെൽസ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ബോൺ സെൽസ് കാപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ബോൺസ് ആർ ടേംഡ് ആസ്. അതായത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ബോണിന്റെ ബോണിൽ പല ടൈപ്പിലുള്ള സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ആ സെൽ ടൈപ്പിന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. അതാണ് ഞാൻ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ബോൺ സെൽസ് ആണുള്ളത്. ഒന്ന് ഓസ്റ്റിയോജെനിക് സെൽ ആയിട്ടുള്ള സ്റ്റെം സെൽസും, പിന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റ്, പിന്നെ ഓസ്റ്റിയോസൈറ്റ്, പിന്നെ ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓസ്റ്റിയോജെനിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ഫോം ആയിട്ടുള്ള സ്റ്റെം സെൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബോൺ ഫോമിംഗ് സെൽസ് ആണ്. ബോൺ ഫോം ചെയ്യാൻ വേണ്ടി, ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി, ബോൺ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സെല്ലാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് 13th ക്വസ്റ്റിന്റെ ആൻസർ. ബോൺ ഫോമിംഗ് സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് ബോൺ ഫോമിംഗ് സെൽസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബോൺ ഫോമിംഗ് സെൽ ഏതാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഓസ്റ്റിയോബ്ലാസ്റ്റ്, സൈറ്റ്, ക്ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക. ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുക അല്ലെ, അപ്പൊ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഫോം ചെയ്യുക എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ബോൺ ഫോമിംഗ് സെൽ എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോൺ സെൽസ് capable of breaking down bones. അതായത് നമ്മുടെ ബോണിനെ ബ്രേക്ക് ചെയ്യാനുള്ള സെല്ല്, ബോൺ റിസോർബ് ചെയ്യാനുള്ള സെല്ല് ഏതെന്നാണ്. അത് ഏതായിരുന്നു ആൻസർ? ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്. നമ്മുടെ ഈ പിക്ചറിൽ നോക്കിയാൽ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് തന്നെ മെച്യൂർ ആയി കഴിയുമ്പോൾ ആ സെല്ലിനെ എന്ത് പറയുന്നു? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നു. പിന്നെ അതിന് ഈ ബോണിൽ തന്നെ റിസോർബിംഗ് ആയിട്ടുള്ള സെൽ, അതായത് ബോണിലുള്ള കാൽസ്യത്തിനും ഫോസ്ഫറസിനെയും എല്ലാം ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സെല്ലുണ്ട്. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള സെല്ലുണ്ട്. അതിനെയാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, എക്സ്റ്റേണൽ ഓസിപിറ്റൽ പ്രൊട്യൂബറൻസ് ഈസ് കോൾഡ്. അതായത് നമ്മുടെ സ്കൾ ബോൺസിലെ ക്രാനിയത്തിലെ 8 ബോൺ ഉണ്ട് അല്ലെ. ക്രാനിയം 8 ബോൺ ആണ്. ഫ്രണ്ടൽ ബോൺ, പാരിയറ്റൽ ബോൺ, ടെമ്പറൽ ബോൺ, സ്ഫിനോയിഡ് ബോൺ, ഒസിപിറ്റൽ ബോൺ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒസിപിറ്റൽ ബോണിലെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബോണി പ്രൊട്യൂബറൻസ്, ഒരു പ്രൊജക്ഷൻ കാണുന്നുണ്ട്. ആ പ്രൊട്യൂബറൻസിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനിയോൺ എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഈ നമ്മുടെ ഒസിപിറ്റൽ ബോണിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒസിപിറ്റൽ ബോൺ. പിന്നെ ഒസിപിറ്റൽ ബോണിൽ 2 കോണ്ടൈൽ കാണുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വെർട്ടിബ്രൽ കോളം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വെർട്ടിബ്രൽ കോളത്തിന്റെ ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രേ വന്നിട്ട് നമ്മുടെ ഒസിപിറ്റൽ ബോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് കോണ്ടൈൽ പ്രോസസ് എന്ന് പറയുന്നത്. കോണ്ടൈൽ പ്രോസസ് എന്ന് വെച്ചാൽ മറ്റു ബോണുകളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിനെയാണ് കോണ്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒസിപിറ്റൽ ബോണിലും കോണ്ടൈലുണ്ട്. കോണ്ടൈലിലാണ് നമ്മുടെ അറ്റ്ലസ് എന്നുള്ള ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രേ. ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രയുടെ മറ്റൊരു പേരാണ് അറ്റ്ലസ്. അത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള ആ ഒരു പ്രൊട്യൂബറൻസിനെ ഇനിയോൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇനിയും ഒസിപിറ്റലിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ പിക്ചറിൽ ഫൊറാമൻ മാഗ്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൊറാമൻ മാഗ്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫറേഷൻ ആണ്. ബോണിന്റെ ഒരു ഹോള്, അതിനകത്തുള്ള ഒരു ക്യാവിറ്റി, ഒരു സ്പേസ് ആണ്, ഒരു ഹോൾ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഫൊറാമൻ മാഗ്നം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ പാർട്ട് വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതിനാണ് ഈ ഫൊറാമൻ മാഗ്നം എന്നുള്ള ഒരു ഹോൾ അവിടെ കാണുന്നത്. Next 16th one, coronal suture separates. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ സ്കൾ ബോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് 8 ബോണും നമ്മൾ അതിനകത്ത് ഈ ബോണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പാർട്ടിനെ സ്യൂച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട് അല്ലെ. സ്യൂച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോണുകൾ, സ്കളിലുള്ള ബോണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഫൈബ്രസ് ജോയിന്റിനെയാണ് സ്യൂച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. വേറെ ഒരു പാർട്ടിലുള്ള ബോണുകൾ ജോയിൻ ചെയ്യുമ്പോൾ അതിന് സ്യൂച്ചേഴ്സ് എന്ന് പറയില്ല. സ്കളിലുള്ള ബോൺസിന് മാത്രം ആണ് സ്യൂച്ചേഴ്സ് കാണപ്പെടുന്നത്. നമ്മുടെ ഈ സ്ട്രക്ചറിൽ നോക്കിയാൽ അറിയാം. നെക്സ്റ്റ് ഫസ്റ്റ് ഫ്രണ്ടിലെ ഫ്രണ്ടൽ ബോൺ, നെക്സ്റ്റ് പാരേറ്റൽ ബോൺ, പിന്നെ ബാക്കിൽ ഒസിപിറ്റൽ ബോൺ, സൈഡിൽ ഇയറിന്റെ സൈഡിലായിട്ട് ടെമ്പറൽ ബോൺ ഒക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് 4 സ്യൂച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൊറോണൽ സ്യൂച്ചേഴ്സ്, സ്ക്വാമസ് സ്യൂച്ചേഴ്സ്,
സാജിറ്റൽ സ്യൂച്ചസ്, ലാംബോയിഡ് സ്യൂച്ചസ്. ഇത് നാലുമാണ് ചോദിക്കാനുള്ളത്. ഇത് ഏതൊക്കെ ബോണുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണെന്നുള്ളത്, സോറി ജോയിൻ ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരൈറ്റൽ ബോൺ വെച്ച് ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ സ്യൂച്ചസും പറയാം. രണ്ട് പാരൈറ്റൽ ബോൺ ഉണ്ട്. അപ്പൊ രണ്ട് പാരൈറ്റൽ ബോൺ നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്യൂച്ചറിനെ സാജിറ്റൽ സ്യൂച്ചർ എന്നാണ് പറയുന്നത്. ഈ പാരൈറ്റൽ ബോണിനെ ഫ്രണ്ടിലുള്ള ഫ്രണ്ടൽ ബോണുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്യൂച്ചറിനെ കൊറോണൽ സ്യൂച്ചർ എന്ന് പറയുന്നു. ഈ പാരൈറ്റൽ ബോൺ ടെമ്പറൽ ബോണുമായിട്ട് ലാറ്ററൽ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്യൂച്ചറിനെ സ്ക്വാമസ് സ്യൂച്ചർ എന്ന് പറയുന്നു. ഈ പാരൈറ്റൽ ബോൺ തന്നെ ബാക്കിലുള്ള പോസ്റ്റീരിയർ സൈഡിലുള്ള ഓസിപ്പിറ്റൽ ബോണുമായിട്ട് ഫോം ചെയ്യുന്ന സ്യൂച്ചറിനെ ലാംഡോയിഡ് സ്യൂച്ചർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പാരൈറ്റൽ ബോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഫ്രണ്ടിൽ വരുന്ന പാരൈറ്റൽ ബോൺ തമ്മിൽ വരുന്നത് സാജിറ്റലും, ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ടൽ ബോണുമായിട്ട് കൊറോണലും, ലാറ്ററൽ സൈഡിൽ ടെമ്പറൽ ബോണുമായിട്ട് സ്ക്വാമസും, പോസ്റ്റീരിയർ സൈഡിൽ ഒസിപ്പിറ്റൽ ബോണുമായിട്ട് ലാംഡോയിഡുമാണ് സ്യൂച്ചേഴ്സ്. ഓക്കെ, എത്രയും ഇത് ഓർത്തിരിക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊറോണൽ സ്യൂച്ചേഴ്സ് സെപ്പറേറ്റ്, ഏതൊക്കെ ബോണിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കൊറോണൽ സ്യൂച്ചേഴ്സ്? ഏതൊക്കെയായിരുന്നു? പാരൈറ്റൽ ബോണും ഫ്രണ്ടൽ ബോണും തമ്മിൽ വേർതിരിക്കുന്നതാണ് കൊറോണൽ സ്യൂച്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഏത് സ്യൂച്ചർ വേണമെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് ഓഫ് ഫീമർ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ഡാഷ്. അതായത് നമ്മുടെ ഫീമർ ബോൺ ഉണ്ട്, നമ്മുടെ കാലിലെ ലെഗിലുള്ള അപ്പർ ആയിട്ടുള്ള, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ എന്ന് പറയുന്നതാണ് ഫീമർ ബോൺ. അപ്പൊ ഈ ഫീമർ ബോണിന്റെ ഹെഡ് പെൽവിസിലാണല്ലേ വന്ന് ചേരുന്നത്. അപ്പൊ പെൽവിസിന്റെ ഏത് പാർട്ടിലാണ് ഈ ഹെഡ്, ഫീമറിന്റെ ഹെഡ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഒരു ക്യാവിറ്റി സ്പേസിന് ഒരു ഡിപ്രസ്ഡ് പോർഷൻ അവിടെ കാണാൻ പറ്റും പെൽവിസിനകത്ത്. ആ പോർഷന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അസെറ്റാബുലം. ആ ഒരു പെൽവിസിലുള്ള അസെറ്റാബുലമുള്ള എന്ന പേരുള്ള ഒരു ഡിപ്രസ്ഡ്, ഒരു കുഴിഞ്ഞ ഭാഗം, ആ ഭാഗത്താണ് നമ്മുടെ ഫീമറിന്റെ ഹെഡ് വന്ന് ജോയിൻ ചെയ്യുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഹെഡ് ഓഫ് ഫീമർ എന്ന് പറയുന്നത് ഏത് പാർട്ടുമായിട്ടാണ് പെൽവിസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അസെറ്റാബുല. ഓക്കെ, നമ്മുടെ ഷോൾഡർ ജോയിന്റിൽ കാണുന്ന ക്യാവിറ്റിയാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. എന്നാൽ പെൽവിസും ഫീമറും തമ്മിലുള്ള ക്യാവിറ്റിയാണ് അസെറ്റാബുല. ഓക്കെ, മാറിപ്പോകരുത്. നെക്സ്റ്റ് വൺ, 18th question. In an adult, the skeleton comprises around dash of the total body weight. അതായത് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സില്, നോർമലി അഡൽട്ട് ഏജില് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് സ്കെൽറ്റൽ വെയിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് എന്നാണ്? അതൊരു ഏകദേശം 30 to 40% ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഇടയ്ക്കുള്ള ഒരു 30 to 40 ഇടയ്ക്കുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ 30 എന്നോ 40 എന്നോ ഒക്കെ ആയിരിക്കും ആൻസർ വരുന്നത്. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 30 to 40% ആണ് നമ്മുടെ സ്കെൽറ്റൽ വെയിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോഷർ ഓഫ് ആന്റീരിയർ ഫോണ്ടനെല്ലെ ടേക്സ് പ്ലേസ് വൈ? അതായത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആന്റീരിയർ ഫോണ്ടനെല്ലെ എന്താണ്, ഫോണ്ടനെല്ലെ എന്താണെന്നുള്ളത്. അപ്പൊ ഫോണ്ടനെല്ലെ എന്താണ്? നമ്മൾ ഈ പിക്ചറിൽ നോക്കി, ഇപ്പോഴത്തെ എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ. ലാർജ് ഫൈബ്രസ് ഏരിയാസ് ബിറ്റ്വീൻ ക്രാനിയൽ ബോൺസ് ഓഫ് ഇൻഫന്റ്സ് ആൻഡ് സ്മോൾ ചിൽഡ്രൻ. ചെറിയ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 1-1.5 വയസ്സൊക്കെ ആകുന്നത് വരെ കുഞ്ഞുങ്ങളുടെ ക്രാനിയൽ ബോൺസിനിടയ്ക്ക് ഒരു ചെറിയ എന്താ പറയുക, ബലമില്ലാത്ത, തിക്നെസ് കുറഞ്ഞ ചെറിയ പൾസേറ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കാണും അല്ലെ? അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ആന്റീരിയർ ഫോണ്ടനെല്ലെ. അതായത് 2-3 ബോണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. പക്ഷെ അവിടെ കംപ്ലീറ്റ്ലി ജോയിൻഡ് ആയിരിക്കില്ല. അതിനെയാണ് ഫോണ്ടനെല്ലെ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു 2 അതിൽ കൂടുതൽ ഫോണ്ടനെൽസ് നമ്മുടെ ശരീരത്തിൽ ബേബീസിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ബിഗ് ആയിട്ട് ലാർജ് ആയിട്ടുള്ള ഫോണ്ടനെല്ലേസ് ആന്റീരിയർ ഫോണ്ടനെല്ലും പോസ്റ്റീരിയർ ഫോണ്ടനെല്ലും ആണ്. ആന്റീരിയർ ഫോണ്ടനെല്ലെ ഈ ഹെഡിന്റെ സ്ട്രക്ചറിൽ ഒന്ന് കണ്ടല്ലോ, മേളില് നമ്മുടെ ഫ്രണ്ടൽ ബോണിനും പാരൈറ്റൽ ബോണും വന്ന് ചേരുന്ന ആ പാർട്ടിൽ ഒരു ആന്റീരിയർ ഫോണ്ടനെല്ലെ കാണുന്നുണ്ട്. അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആകുന്നത്? 1.5 year കഴിയുമ്പോൾ, കുഞ്ഞിന് 1.5 year ഒക്കെ ഏജ് ആകുമ്പോഴാണ്, 1.5 വയസ്സ് വരെയൊക്കെ ആകുമ്പോഴാണ് ഈ ആന്റീരിയർ ഫോണ്ടനെല്ലെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആകുന്നത്. എന്നാൽ പോസ്റ്റീരിയർ ഫോണ്ടനെല്ലെ ഉണ്ട്. അത് എവിടെയാണ്? നമ്മുടെ പാരൈറ്റൽ ബോണിന്റെ ബാക്ക് ലാസ്റ്റ് പോർഷനിൽ ഒസിപ്പിറ്റൽ ബോണുമായിട്ട് ചേരുന്ന ആ ഒരു പോർഷനിലുള്ള പോസ്റ്റീരിയർ ഫോണ്ടനെല്ലെ കുഞ്ഞ് ജനിച്ച് 2-3 അല്ലെങ്കിൽ മാക്സിമം 6 മാസത്തിനുള്ളിൽ 6 മന്തിനുള്ളിൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ടൈമിംഗ് ഓർത്തിരിക്കുക. ആന്റീരിയർ ഫോണ്ടനെല്ലെ 1.5 ഇയറിനുള്ളിൽ ക്ലോസ്ഡ് ആവും. പോസ്റ്റീരിയർ ഫോണ്ടനെല്ലെ വിത്തിൻ 6 months അത് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്സിയൽ സ്കെൽറ്റൻ കംപ്രൈസ്ഡ് ഓഫ് ഡാഷ് ബോൺ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. എത്ര ബോണുകളാണ് ആക്സിയൽ സ്കെൽറ്റനിൽ കാണുന്നതെന്ന്. ആക്സിയൽ സ്കെൽറ്റനിൽ 80 ബോൺസും അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ 126 ബോൺസും ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ടോട്ടലി 206 ബോൺസ് ആണ് ബോഡിയിലുള്ളത്. 80 ബോൺസ് ആണ് സ്കെൽറ്റൽ സിസ്റ്റം. ആ ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റം. ആക്സിയൽ സ്കെൽറ്റത്തിന്റെ പാർട്സ് നോക്കുക. സ്കളിൽ എത്ര ബോണാണ് കാണപ്പെടുന്നത്? 29 ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ 29 എങ്ങനെയാണ് വന്നത്? നമ്മുടെ ക്രാനിയത്തിലുള്ള 8 ബോണും ഫേഷ്യൽ സ്കെൽറ്റനിലുള്ള 14 ബോൺസും ഹയോയിഡ് ബോൺ ടങ്കിലുള്ള അറ്റാച്ച് ചെയ്ത് കാണുന്ന ഹയോയിഡ് ബോൺ സിംഗിൾ ബോൺ ആണ് ഒരു ബോണും. പിന്നെ ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്ന 6 സ്മോൾ ബോൺസ്. ഇത്രയും ചേർന്നിട്ടാണ് സ്കളിൽ 29 ബോൺസ് വരുന്നത്. പിന്നെ നമ്മുടെ വെർട്ടിബ്രേ എങ്ങനെയാണ്? 24 വെർട്ടിബ്രയും പിന്നെ എന്താ കാണുന്നു? രണ്ട് ബോണായിട്ട് കോക്കിക്സും സാക്രവും കാണുന്നുണ്ട്. അങ്ങനെ ചേർത്തിട്ടാണ് 26 ബോൺസ് അവിടെ വരുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ റിബ്സ്, തൊറാക്സ് കേജിലുള്ള റിബ്സ് 24 ബോൺസ് റിബ്സ് ഉണ്ട്. പിന്നെ അതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു സിംഗിൾ ബോൺ, ഫ്ലാറ്റ് ബോൺ കാണുന്നത്. അതിനാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. ഇത്രയും ബോൺ ഒരുമിച്ച് ചേർത്തിട്ടാണ് ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. എത്ര ബോണാണ്? 80 ബോൺസ് ആണ്. ഓക്കെ, ടോട്ടൽ 80 ബോൺസ് ആണ് ആക്സിയൽ സ്കെൽറ്റനിൽ കാണുന്നത്. 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ കാണുന്നത്. ഓക്കെ, ഇത് ഞാൻ എത്ര സ്പീഡിൽ പറഞ്ഞെങ്കിൽ എല്ലാ പോയിന്റ്സും ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോ പിക്ചറും എടുത്ത് വെച്ച് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ലേബിൾ ചെയ്തിരിക്കുന്നതൊക്കെ നോക്കി ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഞാൻ ഈ അഡീഷണൽ ആയിട്ട് പറഞ്ഞതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ സെലക്റ്റീവ് ആയിട്ട് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ സജഷനോ കമന്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് അതിന് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കണ്ടന്റും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നന്നായിട്ട് പിള്ളേരും പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ.